ഫിക്സഡ് മോണിറ്റർ. ഫിക്സഡ് മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വർക്ക് ചെയ്യേണ്ട സാഹചര്യം വരുന്ന സമയത്ത് കൈക്കൊക്കെ ആയാസം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് ബ്രാഞ്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ദൂരെ നിന്ന് വർക്ക് ചെയ്യും. അതായത് നമുക്ക് ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ സാധനം. കുറേ നേരം പിടിച്ചിരിക്കണം. അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ. അതായത് ഗ്യാസ് ഫയർ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ. കാരണം അപകട സാധ്യത കൂടുതലുള്ള ഒരു ഏരിയയാണ് ഗ്യാസ് ഫയർ ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇത് അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ ദൂരെ മാറി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫിക്സഡ് മോണിറ്റർ. പിന്നെ ഇത് സീറോ ടോർക്ക് ബ്രാഞ്ച്. അതായത് നമ്മൾ വെള്ളം അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രാഞ്ചാണ്. ജെറ്റ് റിയാക്ഷൻ കുറക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് KED. ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈവർ സീറ്റിലുള്ള അതേ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെച്ചറിലേക്ക് മാറ്റാൻ പറ്റും. ഇതേ പൊസിഷനിൽ, അതായത് സ്പൈനിനൊക്കെ ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിൽ ഇഞ്ചുറി കൂടാൻ അതേ ഇതിൽ നമുക്ക് ആംബുലൻസിലേക്ക് കടത്താൻ പറ്റുന്ന എക്സ്ട്രിക്കേഷൻ ഡിവൈസാണിത്, സെൻട്രിക് എക്സ്ട്രിക്കേഷൻ ഡിവൈസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ബ്ലോവർ. മൂന്ന് ഉപകാരമുണ്ട് ഇതിനെ കൊണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേഷൻ യൂസ് ചെയ്യാം. പിന്നെ കൂളിങ്, അതായത് ഒരു റൂമിൽ ഇപ്പോൾ പുകയൊക്കെ കൂടുതലുള്ള സാഹചര്യത്തിൽ പുറത്തേക്ക് വെച്ച് നല്ല വായു ഉള്ളോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പുകയൊക്കെ പുറത്തേക്ക് അടിച്ച് കളയാൻ യൂസ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ ഫോം ഇതിൽ ബ്രാഞ്ച് കണക്ട് ചെയ്തിട്ട് ഫോം നമുക്ക് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇത് ഓർഡിനറി ബ്രാഞ്ച്, വെള്ളം അടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഡിഫ്യൂസർ ബ്രാഞ്ച്, ഇതേ ബ്രാഞ്ചിൻ്റെ തന്നെ വെറൈറ്റി ഡിഫ്യൂസർ ബ്രാഞ്ച്, ഫ്ലാഗ് സ്പ്രേ. ഇത് ഷിപ്പിൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വെള്ളം കടന്നു വരുന്ന സമയത്ത് ഇത് കറങ്ങും. ഇത് കറങ്ങിച്ച് എല്ലാ ദിശയിലേക്കും വെള്ളം സ്പ്രേ ആവും. ഇത് ഫോഗ് നോസിൽ, ബ്രാഞ്ചിൻ്റെ തന്നെ വേറെ. ഇതൊക്കെ റോപ്പ് റെസ്ക്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് അസെൻഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇത് ഡിസെൻഡർ, താഴോട്ടേക്ക് വരാൻ. ഇത് നമുക്ക് ഇതിൻ്റെ ഫോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, അവിടെ നിൽക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷനിൽ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് കരാബിനർ, അത് കണ്ടില്ലേ, ആ പോകുന്നുണ്ടില്ലേ, അതിൽ ടെക്ക് ചെയ്താണ്ടില്ലേ, അതിനൊക്കെ ഓരോരോ ഫങ്ഷൻ ഉണ്ട് ഓരോന്നിനും. ഇത് ഡബിൾ ഷീവ് പുള്ളിയില്ലേ, നമ്മളെ കപ്പി. ഇത് ഡബിൾ ഷീവ് പുള്ളി, സിംഗിൾ ഷീവ് പുള്ളി, ഫിഗർ ഓഫ് 8. ഇതൊക്കെ നമ്മൾ റോപ്പ് റെസ്ക്യൂവിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ഡ്രോൺ. കരയിൽ നമ്മൾ ഡ്രോൺ പറത്തിയിട്ട് നമ്മൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളത്തിനടിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന. അന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിനടിയിലേക്ക് കടത്തി വിടുന്ന സമയത്ത് ഇതിൽ സോണാർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, സോണാർ സിസ്റ്റം. അപ്പം എവിടെയാണോ ബോഡി ഉള്ളത്, ആ ബോഡിയോ അഥവാ അല്ലെങ്കിൽ എന്താണോ, ഇപ്പോൾ എന്തെങ്കിലും ഫോണൊക്കെ മിസ്സായി ആ സമയത്തിൽ അത് എവിടെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷനിലൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് മാത്രം ഡൈവേഴ്സിന് ഡൈവ് ചെയ്ത് ഇറങ്ങിയാൽ മതിയാവും. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കുളത്തിലൊക്കെ ആണെങ്കിൽ എവിടെയാണ് എന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കുറേ ദൂരത്ത് ഇങ്ങനെ ഡൈവ് ചെയ്തതിന് പകരം ആ സ്ഥലത്ത് ഇത് നമുക്ക് പൊക്കാം. എവിടെയാണോ നമ്മൾ അത് സാധനം കാണുന്നത് ആ സ്ഥലത്ത് ഇത് പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡൈവേഴ്സിന് അവിടെ മാത്രം ഡൈവ് ചെയ്ത് ബോഡി നമുക്ക്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസല്ല. ഇതിലിപ്പോൾ കോഴിക്കോട് 9 ഓഫീസുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് 9 സ്റ്റേഷൻ ഉണ്ട്. കോഴിക്കോട് തന്നെ 9 സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ കേരളത്തിൽ മൊത്തം 129 സ്റ്റേഷൻ വരുന്നുണ്ട്. ഐശ്വര്യ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക പാലമായിരുന്നു. SOG ഉൾപ്പെടെയുള്ള ലോക്കൽ പോലീസ് ചേർന്നുകൊണ്ട് ഈ ഒരു മേഖലയിലൂടെയായിരുന്നു ചൂരൽമല ഉരുൾപൊട്ടിയിട്ട് 2ാം ദിവസം രാവിലെയാണല്ലോ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോൾ നമ്മുടെ രാവിലത്തെ സാഹചര്യങ്ങളാണ് ഇങ്ങനെ. അതായത് നമുക്ക് മറുപടിത്ത് പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മുകളിലുള്ള ലേഡർ ഉണ്ട്, ചെറിയ ലേഡർ. ആ ലേഡർ വെച്ചുകൊണ്ട് റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി അക്കരെ പോയിട്ട് റോപ്പ് അതായത് അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ആൽമരമായിരുന്നു. ആ ആൽമരവും പിന്നെ ഈ ഭാഗത്ത് മറുഭാഗത്ത് നമുക്ക് കെട്ടുന്നതിന് വേണ്ടി വേറെ ഒരു ഇതുമില്ലായിരുന്നു. അപ്പോൾ JCB ഉപയോഗിച്ച് അതിന്റെ പിന്നെ കയ്യിലേക്ക് ആ റോപ്പ് വലിച്ചു കെട്ടി ആ റോപ്പ് വഴിയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. അതിന്റെ ദൃശ്യമാണ് ലൈവായിട്ടുള്ള സെക്ഷനാണ് നമ്മൾ അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അതിന് ആ റോപ്പിൽ കെട്ടിയിരിക്കുന്ന ആളെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറക്കാനും പറ്റും, അതുവഴി മൂവ് ചെയ്യിപ്പിക്കാനും പറ്റും. വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ രീതിയാണ് നമ്മളിപ്പോൾ റോപ്പ് റെസ്ക്യൂ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.